സാദാത്യങ്ങൾ വന്യരായ ശൈഖുനാ ഉസ്താദ് അടക്കം പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനാത്തുകളെ, വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഞങ്ങളൊക്കെയും നിൽക്കുന്നത്, ഈ നാട്ടുകാരായ നിങ്ങളൊക്കെയും. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളൊക്കെ കേട്ടതുപോലെ വന്യരായ ഉസ്താദ് അവരുകൾ ദർസ് മേഖലയിൽ 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉസ്താദ് അവർക്ക് വലിയ ഇസ്സത്ത് കൊടുക്കട്ടെ, വലിയ ഇൽമിയായ റിഫഅത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 2 വാക്ക് മാത്രം പറയുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് തുടങ്ങിയ ഈ സംരംഭം മഹാന്മാരാകുന്ന ഇമ്മത്ത് നമുക്ക് പഠിപ്പിച്ച ആ വലിയ പള്ളി ദർസിന്റെ പാരമ്പര്യം സുഫക്കാരാകുന്ന സ്വഹാബത്തിനെ കാണുമ്പോൾ, ഇതാ എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഈ സ്വഹാബത്തിനോളം കടപിടിക്കാൻ ഈ ലോകത്ത് ഒരാളുമില്ല, അവരെ മാതൃകയാക്കി അവരെ നിങ്ങൾ നല്ലോണം പിൻപറ്റണം, അവരെ നിങ്ങൾ നല്ലോണം മാതൃകയാക്കണം, അവരാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമന്മാരെന്ന് നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇവിടെ ദീൻ നിലനിൽക്കണമെങ്കിൽ, ഇവിടെ അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കണമെങ്കിൽ ഇൽമു വേണം, വിജ്ഞാനം വേണം. ആ വിജ്ഞാനം ഉണ്ടായാലേ ഇൽമുള്ളൂ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ. ദീനിന്റെ നടുന്തൂണാണ്, പില്ലറാണ് ഇൽമ്. അതിന്റെ വക്താക്കളാണ് പണ്ഡിതന്മാർ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. ഈ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. ഇൽമിന്റെ പ്രബോധന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് ഇൽമിന്റെ എല്ലാ ദിശകളും വെളിച്ചങ്ങളും പകർന്ന മഹാത്മാരാകുന്ന അംബിയാക്കൾ, അവരുടെ അനന്തരാവകാശികളാണ് മഹാന്മാരായ ആലിമീങ്ങൾ, ഉലമാക്കൾ. അൽ അംബിയാ ലം യുഅരിസു ദീനാറൻ വലാ ദിർഹമ. അംബിയാക്കൾ ഇവിടെ പണങ്ങളോ സമ്പത്തുകളോ ബാക്കിയാക്കിയിട്ടില്ല. വലാകിൻ യുഅരിസുൽ ഇൽമ. അവർ ഈ ലോകത്ത് ബാക്കിയാക്കി വെച്ചു പോയത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇൽമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആ ഇൽമിയായ ദിശകൾ ഇവിടെ പ്രബോധന മേഖലയിൽ വന്യരായ ഉസ്താദ് അവരുകൾ, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. എന്തൊരു മനോഹരമാണ് അവിടുത്തെ ദർസ്. ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ച് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. 100 കണക്കിന് ഉസ്താദിന്റെ ശിഷ്യന്മാര് വന്നിട്ടുണ്ട്. അതിലേറെ ഗൾഫ് നാടുകളിലുണ്ട്. അൽഹംദുലില്ലാഹ്, എന്റെ വാപ്പ എന്നെ ആദ്യമായി വന്യരായ ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഉസ്താദിന്റെ അന്നത്തെ ആ വലിയ ദീനിയായ വിപ്ലവം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് വലിയ വിപ്ലവം ഉസ്താദ് സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേസി റോഡ് എന്ന പ്രദേശം, ആ കേസി റോഡിൽ ബിദഈകളായ ആളുകൾ വല്ലാത്ത തലപ്പാടിയിലും അങ്ങട്ട് പ്രദേശങ്ങളിൽ വന്നപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അവിടുത്തെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ നല്ല അശ്ശബാബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. ഒരു തണലും ഇല്ലാത്ത സമയത്ത് അള്ളാന്റെ തണലുള്ള 7 വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒന്നാമനാണ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചവർ, അള്ളാന്റെ ദീന് പഠിച്ച് അത് പ്രവർത്തിച്ച് അത് ജീവിതത്തിൽ പകർത്തിയവർ. 100 കണക്കിന് കേസി റോഡിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരായ യുവാക്കൾ അവർ ഉസ്താദിന്റെ ഹദ്റത്തിൽ വരുന്നു. തഫ്സീർ ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ്, അത് വളരെ ആവേശത്തോടെ ചെറുപ്പക്കാരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അന്ന് പിന്നെ
ഒരു ബിദ്അത്തിന്റെ ആളുകൾക്ക് അവകാശമില്ലായിരുന്നു. ആ രൂപത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശ രംഗത്ത് മുത്തഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ വാർത്തെടുത്ത് നമുക്കറിയാം. ഇന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തിയത് അഡ്വക്കേറ്റ് ആണ്, മുദർരിസായിരുന്നു, പണ്ഡിതനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് അനുഭവങ്ങളുണ്ട്. നിങ്ങളെ നാട്ടിലല്ലേ ഇവിടെ 10 വർഷം ഡിസേനിയം നടന്നത്? ഒന്നരായ സിദ്ദീഖ് സഖാഫി ഉസ്താദിന്റെ അരികിൽ പഠിക്കുകയും 25 കൊല്ലമായി ഉസ്താദിനെ കൂടെ തന്നെ എല്ലാം പഠനവും പഠനാനന്തരമുള്ള ജീവിതങ്ങളെല്ലാം, അവിടുത്തെ ജീവിതങ്ങളും ശൈലികളെല്ലാം ഞാനിവിടെ ഉസ്താദിന്റെ മുമ്പിൽ കൂടുതലായി അത് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ 7 കൊല്ലം ഉസ്താദ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദൈത്രയാത്രകൾ മുഴുവനും പ്രിയപ്പെട്ടവരെ, വമലായികുൻ തലഉൽ ജനാഹ ലഹു ഇദാ യസ്ആരി ലംബി മറാമിഹി മുതഖബ്ബലാ, മഹാന്മാരൊക്കെയും പാടിയതുപോലെ പള്ളി ദർസ് എന്ന് പറയുന്ന പൈതൃകം അത് നാടിന് കാവലാണ്. എന്തുകൊണ്ട് നാടിന് കാവലാണ്? ഇദാ മർറൽ മുതഅല്ലിമു ബിഖബ്രിഹി, ഒരു മുതഅല്ലിം ഖബറിന്റെ അരികിലൂടെ നടക്കുമ്പോൾ ഖബറാളികളുടെ ദോഷം പൊറുക്കുകയാണ്, ആ നാട്ടുകാരുടെ ദോഷം പൊറുക്കുകയാണ്. ആ നാട്ടിൽ രോഗികളുണ്ടെങ്കിൽ ഉസ്താദുമാർ ഇവിടെ ദുആ ചെയ്യുമ്പോ, ഇവിടെ പല നാടുകളിലും വന്ന് മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ അതൊക്കെ ഈ നാടിന് വലിയ കാവലാണ്. അതാണ് വമലായികുൻ, മലക്കുകൾ തലഉൽ ജനാഹ, അവരുടെ ചിറകുകൾ ഇങ്ങനെ പ്രൊട്ടക്ഷനായി താഴ്ത്തുകയാണ്. ആ നാട്ടിലൂടെ മുതഅല്ലിമീങ്ങൾ നടക്കുമ്പോ ആ നാട്ടിൽ മലക്കുകൾ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉസ്താദ് വളരെ സന്തോഷത്തോടെ നമ്മോടൊക്കെ പറയാറുണ്ട്, ഈ നാവുന്തക്കാരായ ആളുകൾ അവർ വല്ലാതെ ദർസിനെ സ്നേഹിക്കുന്നവരാണ്, വല്ലാതെ മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നമുക്ക് ഉസ്താദ് എന്ന് പറഞ്ഞാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അനഅബുദു മൻ അല്ലമനി ഹർഫൻ വാഹിദ, ഒരൊറ്റ അക്ഷരം പഠിപ്പിച്ച ഗുരുവിന്റെ അടിമയാണ് ഞാൻ. അടിമ എന്ന് പറഞ്ഞാൽ എന്താ? എന്തും അദ്ദേഹത്തിന് ചെയ്യാം. അവനിക്ക് വേണമെങ്കിൽ വിൽക്കാം, എന്നെ കൊല്ലാം, എന്തും ചെയ്യാം. ആ രൂപത്തിൽ ഉസ്താദിന്റെ കീഴിൽ വളരെയധികം നല്ല ശ്രദ്ധയോടെ പഠിച്ച് നമ്മളൊക്കെ വളർന്നു. അൽഹംദുലില്ലാഹ്.